ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫാമിലി. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ ലാസ്റ്റ് എക്സാമാണ്. അത് ഹിന്ദിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലാസ് കേൾക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഗായ്സ്, ഇതൊരു ലാസ്റ്റ് എക്സാമാണ്. ഇന്ന് 27-ാം തീയതിയാണ്. അപ്പോൾ ലാസ്റ്റ് തന്നെ ഹിന്ദി എക്സാമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പഠിച്ചിട്ട് സെറ്റായി ഇപ്പം റെഡി ആവുകയാണ്. ഡ്രസ്സ് ഇട്ടു. ഇന്ന് ലാസ്റ്റാണ് ഡ്രസ്സ് ഇടുക. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇനി ഫ്രണ്ട്സിനൊന്നും കാണില്ല. അപ്പം അതിൻ്റെ ഒക്കെ കാര്യമൊക്കെ ഓർത്തിട്ടാണ്. വേറെ ഒന്നുമില്ല, പിന്നെ സന്തോഷം. ഇനി 2 മാസം പിന്നെ പോകണ്ട, ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് എക്സാമാണ്, നന്നായി എഴുതണം എന്നൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മാമൻ്റെ അവിടേക്ക് പോവും. നാളെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോവും. അമ്മാമ്മ പിന്നെ നാളെ പോവും കേട്ടോ. മൂകാംബിക പോവും. മൂകാംബിക അല്ല, തിരുപ്പതി പോവും. അമ്പലത്തിൽ നിന്നൊരു ട്രിപ്പാണ്. അപ്പോൾ അമ്മാമ്മ പോവും. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയി മുടി കെട്ടണം. അപ്പോൾ സ്കൂളിൽ പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വരും. പിന്നെ എക്സാം തീർന്നു. അപ്പോൾ നമുക്ക് മുടി കെട്ടാം. അപ്പോൾ ഗായ്സ്, ഇത് മുടി കെട്ടുകയാണ്. മുടി കെട്ടുമ്പോൾ ആദ്യം ഞാൻ വേറെ വാച്ചലൊക്കെ എടുത്തു. പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തു. അപ്പോൾ അതേ കുഴപ്പമില്ല, ഇത് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ, പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് കെട്ടി. ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ ഈരിയിട്ട് സാധാ പോലെ കെട്ടുന്നത്. പിന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് 2 ഭാഗത്ത് കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കെട്ടണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് കെട്ടിപ്പോവായിരുന്നു. പിന്നെ എനിക്ക് ആ മുടിയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരേപോലെയൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മേക്കപ്പാണ്. അപ്പോൾ ഋഷിക അമ്പലത്തിൽ പോവാണ്, ഞാൻ സ്കൂളിൽ പോവാണ്. അപ്പോൾ അതൊരു മുല്ലപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐബ്രോ ആണ് ഫില്ല് ചെയ്യണത്. അപ്പോൾ ഗായ്സ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതാണ്. കണ്ണെഴുതുമ്പോൾ എനിക്ക് അത്യാവശ്യം വാലൊക്കെ ഇട്ടിട്ട് വേണം. അപ്പോൾ വാലിട്ട് എഴുതാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ ഇടുകയാണ്. ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് എല്ലാ ദിവസവും സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോണത്. ഞങ്ങൾക്ക് 8 പരീക്ഷയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ ഇട്ട് കൊടുത്തു. പൗഡർ ഇട്ടിട്ട് അതൊന്ന് സെറ്റ് ആവുകയാണ്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ കൊണ്ടാണ് കുറി തൊടുക. അപ്പോൾ ഇത് ഞാൻ അമ്മാമ്മയുടെ അവിടെ വന്നു. അപ്പോൾ കോളമൊക്കെ കാണിച്ചു തരാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങളൊരു വീട്ടിലേക്ക് മാങ്ങ പറിക്കാൻ പോവാണ്. എന്താ വീട്, അമ്മാമ്മയുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവാണ്, മാങ്ങ പൊട്ടിക്കാനാണ്. അപ്പോൾ ഞാൻ എന്തിട്ടൊക്കെയോ പറയുന്നുണ്ട് ഋഷികോട്. അപ്പോൾ ഋഷിക എന്തിട്ടൊക്കെയോ അതിനോട് തിരിച്ചും പറയുന്നുണ്ട്. ഋഷിക അവിടെ പട്ടി നിൽക്കണ കണ്ടാന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിലൊരെണ്ണം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ അമ്മാമ്മ ഉണ്ട് കേട്ടോ. അമ്മാമ്മയോട് ഞാൻ ഹായ് പറയാമായിരുന്നു. അമ്മമ്മ ഇപ്പോൾ പറയാണ്. അപ്പോൾ അത് അമ്മാമ്മയോട് ഞാൻ പറഞ്ഞു കൈകൊണ്ട് കാണിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ കൈകൊണ്ടൊക്കെ ഹായ് കാണിച്ചു. പിന്നെ ഞങ്ങൾ നടക്കുകയാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അടിയേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയൊക്കെ ഇറങ്ങിയിട്ട് വേണം പോവാൻ. അപ്പോൾ കുളം കാണിച്ചു തരാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഈ ഒരു വഴിയൊക്കെയാണ് പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. മുളയും അതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ വഴി വന്നിട്ടില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയി. അപ്പോൾ ഋഷിക ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ എന്തിട്ടൊക്കെയോ വന്ന് എന്നോട് പറയുന്നുണ്ട്. അതൊന്നും ഇതിൽ റെക്കോർഡായില്ല, സൗണ്ടൊന്നും ഇതിൽ കേൾക്കണില്ല. അതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ മൽബറി പൊട്ടിച്ചിട്ട് കൈയൊക്കെ ചോന്നിരിക്കുകയാണ്. ഋഷികയുടെയും ചോന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തൊരു വീട്ടിൽ കുറേ മൽബറി ഉണ്ട്. അയ്യോ, എന്തോരം മൽബറിയാ. അതൊക്കെ കഴിച്ചിട്ട് വരികയായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാര്യം തിന്നേണ്ട ഒരു ഇതായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ മൽബറിയൊക്കെ. അവരിങ്ങനെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അതിൽ കുറേ മൽബറി ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. നല്ല പഴുത്ത സെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വഴി പോകുമ്പോൾ കുറേ മാങ്ങമരമുണ്ട്. പിന്നെ കുറേ തെങ്ങും, ഇതൊരു മാങ്ങമരമാണ്. പിന്നെ തെങ്ങ്. അപ്പോൾ ഋഷിക അതുമ്പോൾ തൂങ്ങുണ്ട് കേട്ടോ.
പിന്നെ ഞങ്ങൾ കുറേ നടന്നു, കുറേ വഴി, അത്യാവശ്യം കുറച്ച് വഴിയൊക്കെ ഉണ്ട് നടക്കാൻ ഞങ്ങളുടെ ഇവിടെ നിന്ന്. പക്ഷെ നല്ല രസമാണ് കാണാൻ. പിന്നെ ദേ ഞാൻ ഈ സൈഡും ആ സൈഡൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിറച്ച് പുല്ലുള്ളതുകൊണ്ട് പശുവിനെ കൊണ്ട് ആൾക്കാർ കിട്ടും. അപ്പോൾ പശുവിനെ കിട്ടുമ്പോൾ കുറേ പശുവിനെ തിന്നാം. അപ്പോൾ പുല്ലും അത്യാവശ്യം പോവും. പിന്നെ ദേ മാങ്ങ കാണിച്ചു തരാണ്. അവിടുത്തെ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടെയാണ് മാങ്ങ ഉള്ളത്. അമ്മാമ്മയുടെ ഫ്രണ്ടിൻ്റെ പേര് അംബിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇവിടുന്ന് പോകാനുള്ളൂ. അപ്പോൾ അതിലെ പോയി. അപ്പോൾ ഗായ്സ്, ഇന്നലെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ക്ലീനൊക്കെ ചെയ്തു. അമ്മയും അമ്മാമ്മയൊക്കെ ക്ലീനൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവർക്ക് മീൻ വറ്റിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ അതൊക്കെ കുട്ടി കഴിച്ചു. ഇനി എനിക്ക് കുറച്ചുകൂടി ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ആ ക്ലീനിങ് കൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. അപ്പോൾ ഞാനിത് മറ്റേതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഇടുക. എന്നിട്ട് വേറൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോ ഇത്ര ഉള്ളൂ. ഞാൻ ജസ്റ്റ് സ്കൂളിൽ പോകുന്നതും പിന്നെ ഇങ്ങോട്ട് വരുന്നതൊന്നും എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാനേ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അംബികച്ചിയോടിക്ക് പോയി ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ഇന്നാണ് അവർ വരിക. ഇന്ന് ഒരു 28-ാം തീയതിയാണ്. ഇന്നാണ് അവർ വരിക. അപ്പോൾ അടുത്ത പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ. ഗൈസ്, ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. അപ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം.